അനുജ ആ വീഡിയോ അപ്പ് ചെയ്തോ? അനുജ ആ വീഡിയോ അപ്പ് ചെയ്തോ? എന്താ എന്താ കേക്കുന്നേ? പാട്ട് കേൾക്കാ. പാട്ട്. ഏത് പാട്ട്? ഭക്തിമാർഗത്തിലാണ്. നീ കാക്കുമടിവേല് കേട്ടില്ല? കാക്കുമടിയല്ലോ, ഞാൻ കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോ വണ്ണമേലേറുമൻ തങ്കവടിവേലോ ആണല്ലോ. എന്താ ഒരു പാട്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഡിവോഷണൽ സോങ്സിന്റെ ആളുകളാണല്ലോ. അതിപ്പോ ഏത് ലാംഗ്വേജ് എന്നൊന്നുമില്ല, ഏതാണെങ്കിലും നമ്മൾ വൈബ് ഓടിക്കും. ഇതെങ്ങനെ സാധാരണ ഒരു ഡിവോഷണൽ സോങ് അല്ല ഗൈസ്. ധരൺകുമാർ സംഗീതം നൽകിയ കാക്കുംപടിവിൽ പാടിയിരിക്കുന്നത് ശ്രീലങ്കൻ തമിഴ് റാപ്പർ വാവസീനും അജയ് എസ് കശ്യപ്പും ചേർന്നാണ്. ജെൻസി മാത്രമല്ല 90s കിഡ്സും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്ന ഈ സോങ്ങിന്റെ പ്രത്യേകത നമ്മൾ പരമ്പരാഗതമായി കണ്ടുവന്ന വരികൾ മാത്രമല്ല, അതിനോടൊപ്പം റാപ്പും കൂടെ ചേരുകയാണ്. കംപ്ലീറ്റ് ഒരു മിക്സഡ് വൈബ്. എന്നാൽ പാട്ട് കൊണ്ട് മാത്രമല്ല ഈ സോങ് ഇത്ര ശ്രദ്ധിക്കപ്പെട്ടത്, അതിന്റെ വിഷ്വൽ ട്രീറ്റ് കൊണ്ടുമാണ്. ഈ പാട്ടുപാടിയും അതിന് ചുവട് വെച്ചും നിരവധി റീൽസും ഷോർട്സുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ആ വീഡിയോസ് ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ അതിന്റെ ഒഫീഷ്യൽ സോങ്ങിന് 4.3 മില്യൺസ് ഓഫ് വ്യൂസ് കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏറ്റെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മലയാളികളാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് ആ വീഡിയോസിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മലയാളികൾ ഭരിച്ചിരിക്കുകയാണ്. നിരവധി സെലിബ്രിറ്റി കമന്റ്സും നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഏത് പാട്ടും പാടുമല്ലോ, ഏത് ഡാൻസ് ചെയ്യുമല്ലോ, നമ്മൾ പണ്ടേ പൊളിയല്ലേ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ ധരൺ നമ്മളെ ആദ്യമായല്ല ഞെട്ടിക്കുന്നത്. നമ്മളൊക്കെ ഡാൻസ് കളിച്ചിരുന്ന ആ പാട്ടല്ലേ, ഞാൻ ആലാന താമരൈ, ആ സോങ് ഒക്കെ അല്ലേ. അത്തരത്തിലുള്ള നിരവധി ഹിറ്റ് സോങ്സും ധരൻ്റെതാണ്. എന്നാൽ അതിലെ സിംഗറായ വാസിൻ രാസിയുടെ കാര്യവും മറിച്ചല്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്താൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള നിരവധി റാപ്പ് സോങ്സ് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് റാപ്പ് സോങ്സ് പുറത്തിറക്കുന്ന റാപ്പ് സ്ലോന്റെ ഭാഗം കൂടിയാണ്. എന്നാൽ കേവലം 2 വരികളിൽ ഒതുങ്ങിയല്ല വാസിൻ, കൃത്യമായ മീനിങ് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വരികളിൽ. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റാപ്പ് സോങ്സിന് ലഭിക്കുന്ന സ്വീകാര്യത. മനിതനെയും മണ്ണിനെയും ചൂഷിത വർഗത്തിനെയും ചേർത്ത് പിടിക്കുമ്പോൾ വരികൾക്ക് ഭംഗി കൂടും. വാസിന്റെ ഇന്റർവ്യൂ എടുത്താലും സ്റ്റേജ് പെർഫോമൻസ് എടുത്താലും നമുക്ക് ആ ഭംഗി കാണാൻ സാധിക്കും. വിനോദ് രാജേന്ദ്രൻ എഴുതി സംവിധാനം ചെയ്ത ഫൈൻഡർ എന്ന ചിത്രത്തിലെ സിഗിറ്റ എന്ന ഗാനത്തിനായി വാസിൻ റാപ്പ് ചെയ്തിരുന്നു. ആൻ ഇപ്പോൾ തമിഴും മലയാളം കടന്ന് വണ്ണമയിൽ വേറെ ലെവൽ പോയില്ലേ. ഈ അടുത്തൊരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ജെൻസിക്ക് ഡിവോഷണൽ സോങ്സിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന്. ശരിയാണ്, ഇപ്പൊ ഫുൾ റാപ്പ് മുരുകൻ വൈബാണ് ഞങ്ങൾ. ഈ ക്ലബിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. കമോൺ ഗൈസ്, എൻജോയ്. പുതിയ ട്രെൻഡ് വീഡിയോയുമായി വീണ്ടും വരാം. സോ അതുവരെ ബൈ ബൈ.